ലൂക്ക 2:24. ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കർത്താവിന് ബലിയർപ്പിക്കണമെന്ന നിയമം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ അനുഷ്ഠാനം ലേവ്യർ 12:8 പറയുന്ന നിയമത്തിനനുസരിച്ചാണ് അവർ ചെയ്തത്. ഇത് അവരുടെ ദരിദ്ര പശ്ചാത്തലം കൂടി വെളിവാക്കുന്നുണ്ട്. ഈശോയും ഈശോയുടെ മാതാപിതാക്കളും ദരിദ്രരായിരുന്നു. ഭൗതികമായി നോക്കുമ്പോൾ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരുന്ന തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യത്തെയോ പ്രഭയോ ഒന്നുമല്ല ഈ തിരുക്കുടുംബം നമ്മുടെ മുന്നിൽ വെളിവാക്കുന്നത്. മറിച്ച് എന്റെ ദൈവം എനിക്ക് സമീപസ്ഥനാണെന്നും എനിക്ക് പ്രാപ്യനാണെന്നും എന്ന വലിയ സത്യം ഈ പശ്ചാത്തലവും നിയമാനുഷ്ഠാനവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം തീർച്ചയാണ്, ദരിദ്ര സമ്പന്ന വ്യത്യാസമില്ലാതെ തിരുക്കുടുംബത്തിലും ത്രിത്വൈക ദൈവത്തിന്റെ അടുത്തും എനിക്ക് സ്ഥാനമുണ്ട് എന്ന സത്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.